ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നലെ ഇനോഗ്രേഷൻ കഴിഞ്ഞ ബിസ്മിയുടെ കിച്ചൺ ആൻഡ് ഹോം അപ്ലയൻസിൻ്റെ ഷോറൂമിലേക്കാണ് പോകുന്നത്. അവരുടെ ഇനോഗ്രേഷനോടും ഓണത്തോടും അനുബന്ധിച്ച് അവർ ഒരുപാട് ഓഫറുകളൊക്കെ ഇട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇവിടെ കാണുന്നത് സോണി, LG, പാനസോണിക്, ഇംപെക്സ്, സാംസങ് തുടങ്ങിയ ബ്രാൻഡുകളുടെ LED, LCD സ്മാർട്ട് ടിവികളാണ്. അതിൽ തന്നെ HD, ഫുൾ HD, 4K റെസൊല്യൂഷൻ, 8K റെസൊല്യൂഷൻ തുടങ്ങിയ പല ഐറ്റംസും ഇവിടെയുണ്ട്. 43 ഇഞ്ചിൻ്റെ ഇംപെക്സിൻ്റെ സ്മാർട്ട് ടിവിക്ക് 34,000 രൂപയും 43 ഇഞ്ചിൻ്റെ LGയുടെ സ്മാർട്ട് ടിവിക്ക് 48,000 രൂപയാണ് ഓണം ഓഫറായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓരോ ഐറ്റത്തിൻ്റെയും പ്രൈസിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് ഡിസ്പ്ലേയിലും നല്ല വ്യത്യാസമുണ്ട്. അതുപോലെ സാംസങ്ങിൻ്റെ 32 ഇഞ്ചിൻ്റെ സ്മാർട്ട് ടിവിക്ക് പ്രൈസ് വരുന്നത് 28,000 ആണ്. സ്മാർട്ട് ടിവിയിൽ നമുക്ക് പ്ലേ സ്റ്റോർ, യൂട്യൂബ് തുടങ്ങിയവയെല്ലാം യൂസ് ചെയ്തുകൊണ്ട് കാണാം. എന്നാൽ 4K റെസൊല്യൂഷൻ്റെ സ്മാർട്ട് ടി വി ആകുമ്പോൾ വൈഫൈ, ഹൈ സ്പീഡ് നെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ക്ലാരിറ്റിയിൽ കാണാൻ സാധിക്കൂ. അതാണ് ഇതിൻ്റെ പോരായ്മയായിട്ടുള്ളത്. ഇംപെക്സിൻ്റെ 56,000 റുപ്പീസ് വരുന്ന സ്മാർട്ട് ടി വി 30,000 റുപ്പീസിനും സോണിയുടെ 4K റെസൊല്യൂഷൻ്റെ സ്മാർട്ട് ടി വി 66,000 ഉള്ളത് 64,000 റുപ്പീസിനാണ് ഓഫർ റേറ്റ്. 1,39,000 രൂപ വില വരുന്ന സോണിയുടെ 4K റെസൊല്യൂഷൻ്റെ ടി വിക്ക് 1,17,000 രൂപയാണ് ഇവിടുത്തെ ഓഫർ റേറ്റ്. അതുപോലെ ഗോദ്രേജ്, പാനസോണിക് തുടങ്ങിയ ബ്രാൻഡുകളുടെ എല്ലാം ടി വികൾ ഇവിടെ അവൈലബിൾ ആണ്. ഇനി അടുത്തൊരു സെക്ഷനായി കൊടുത്തിരിക്കുന്നത് വാഷിംഗ് മെഷീൻ ആണ്. ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനും ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനും സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനും ഇവിടെ അവൈലബിൾ ആണ്. ഇത് ബോഷിൻ്റെ 8 kg വരുന്ന വാഷിംഗ് മെഷീനാണ്. നമുക്ക് ചൂടുവെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്യേണ്ട വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൽ ടെമ്പറേച്ചർ ഒന്ന് കൂട്ടി സെറ്റ് ചെയ്ത് കൊടുത്താൽ. ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വളരെ ഹൈജീനിക് ആയിട്ടുള്ളൊരു വാഷിംഗ് മെഷീനാണ്. നമ്മൾ വസ്ത്രങ്ങൾ കല്ലിൽ തല്ലി വാഷ് ചെയ്യുന്നത് പോലെയാണ് ഇതിനകത്ത് വസ്ത്രങ്ങളെല്ലാം വാഷ് ചെയ്ത് വരുന്നത്. ബോഷ്, IFB, LG, സാംസങ്, ഇംപെക്സ് തുടങ്ങിയ ബ്രാൻഡുകളുടെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്യുന്നതിനായിട്ട് കുറച്ച് വെള്ളം മാത്രമേ ആവശ്യമായുള്ളൂ. മാത്രമല്ല മറ്റുള്ള വാഷിംഗ് മെഷീനെ അപേക്ഷിച്ച് വസ്ത്രങ്ങൾ ഇതിൽ കൂടുതൽ ക്ലീനായി ഡ്രൈ ആയി കിട്ടും. ഇതിൻ്റെ ഡോറ് ഇതുപോലെ തുറന്ന് ഈ ഭാഗത്തു കൂടെയാണ് നമ്മൾ വസ്ത്രങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. ഇതിലിട്ട് കൊടുത്ത് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോക്കായിരിക്കും. പിന്നീട് അത് ഫുള്ള് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഡ്രൈ ആയിട്ട് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിൽ നമ്മൾ വാഷ് ചെയ്യാനുള്ള പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോക്കായിരിക്കും. പിന്നെ ഇടയിൽ വെച്ച് നമുക്കത് ഓഫ് ചെയ്ത് ഓപ്പൺ ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതൽ വസ്ത്രങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യാനോ സാധിക്കില്ല. ഇടയ്ക്ക് വെച്ച് തുറന്നു കഴിഞ്ഞാൽ ഇതിലെ വെള്ളം എല്ലാം പുറത്തോട്ട് പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലോക്കിംഗ് സിസ്റ്റം ചെയ്തിരിക്കുന്നത്. എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വാഷിംഗ് മെഷീനുകൾക്ക് ചില ബ്രാൻഡുകൾക്ക് തുറക്കാവുന്ന ഡോറുകൾ, അതുപോലെ ഇതിൽ പലതരത്തിലുള്ള വസ്ത്രങ്ങൾ വാഷ് ചെയ്യുന്നതിനായിട്ടുള്ള വാഷിംഗ് ഓപ്ഷനുകളുണ്ട്. ഇതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ റൊട്ടേഷൻ മോഡും വർക്ക് ചെയ്യുന്നത്. ഈ കാണുന്നത് LGയുടെ 7, 8, 9 kgയുടെ വാഷിംഗ് മെഷീനുകളാണ്. നേരത്തെ പറഞ്ഞ അതേ പ്രോസസ്സും പ്രോഗ്രാമിങ്ങും എല്ലാം തന്നെ ഇതിനുമുണ്ട്. ഇതിൻ്റെ ഉൾഭാഗം സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതുപോലെ ഇതിന് 2 വർഷത്തെ ഫുൾ വാറൻറ്റിയും 10 വർഷത്തെ മോട്ടോർ വാറൻറ്റിയുമാണ് കമ്പനി നൽകുന്നത്. LGയുടെ 9 kg വരുന്ന വാഷിംഗ് മെഷീൻ നമുക്ക് ഫോൺ ഉപയോഗിച്ച് തന്നെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഇത് കൂടുതൽ ഹെൽപ്ഫുൾ ആകുന്നത് ചില ഏരിയകളിൽ ടൈമിങ്ങിന് വെള്ളം വരുന്ന ഒരു ഭാഗങ്ങളുണ്ട്. അവിടെ അങ്ങനെയുള്ള സ്ഥലത്ത് ഈ ഡ്രസ്സുകളെല്ലാം മുൻകൂട്ടി വാഷിംഗ് മെഷീനിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ആ ഒരു ടൈം അനുസരിച്ച് നമുക്ക് ഫോണിൽ ഇത് കൺട്രോൾ ചെയ്ത് വാഷ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി വാഷിംഗ് മെഷീനിലും ഫോണിലും വൈഫൈ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇതിൽ 14 തരം വാഷിംഗ് ഓപ്ഷനുകളുണ്ട്. മാത്രമല്ല കസ്റ്റമറിന് വേണമെങ്കിൽ ഇനിയും പ്രോഗ്രാമുകൾ നമുക്കിതിലേക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനും സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുമാണ്. ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ഫുൾ ഓട്ടോമാറ്റിക് തന്നെയാണ്. ഇത് വാഷ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമുക്കിതിൻ്റെ ഡോറ് തുറന്ന് നമുക്ക് ആവശ്യത്തിനുള്ള ഈ മെഷീൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള വസ്ത്രങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനും അതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാനൊക്കെ സാധിക്കും. മാത്രമല്ല മറ്റുള്ള വാഷിംഗ് മെഷീനെ അപേക്ഷിച്ച് ഇതിൻ്റെ വാഷിംഗ് പെട്ടെന്ന് തന്നെ തീരുന്നതാണ്. അതുപോലെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിൽ നമ്മൾ ഇട്ട് കൊടുത്തിരുന്ന പോലെ കുനിഞ്ഞ് നിന്ന് ഡ്രസ്സുകൾ ഇട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. നമുക്കിതിൻ്റെ മുകളിലത്തെ ഡോറ് തുറന്ന് നമുക്കിതിലൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്.
12,000 തൊട്ട് 30,000 ഇടയിലായിട്ടുള്ള ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുകൾ അവൈലബിൾ ആണ് ഇവിടെ. പിന്നെ ഇതിൽ പലതരത്തിലുള്ള വാഷിംഗ് മെറ്റീരിയലുകൾ വാഷ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പല ഓപ്ഷൻസും ഇതിനകത്തുണ്ട്. പിന്നെ വരുന്നത് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ്. ഇതിൽ നമ്മളെല്ലാം മാനുവലായി ചെയ്ത് കൊടുത്ത ശേഷം പ്രോഗ്രാം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ള വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന അത്ര കെയർ ഇതിന് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ചെറുതായി ഒന്ന് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എത്ര കാലം വേണമെങ്കിലും കേടുകൂടാതെ ഉപയോഗിക്കാവുന്ന ഒരു വാഷിംഗ് മെഷീനാണ് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. ഇതിലേക്ക് നമ്മൾ മാനുവലായിട്ട് വസ്ത്രങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വാഷിംഗ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വസ്ത്രങ്ങൾ എടുത്ത് തൊട്ടടുത്തുള്ള ഡ്രൈയിങ്ങിൻ്റെ ബോക്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് 3 വർഷത്തെ ഫുൾ വാറൻറ്റിയാണ് കൊടുക്കുന്നത്. മാത്രമല്ല ഇതിനകത്തും പുറത്തും യൂസ് ചെയ്തിരിക്കുന്നത് ഫൈബർ ആയതുകൊണ്ട് തന്നെ ഇതിന് തുരുമ്പിൻ്റെ കംപ്ലൈൻറ്റ് വരാറില്ല. ഇനി അടുത്തായി കാണുന്നത് പാത്രങ്ങൾ വാഷ് ചെയ്യുന്ന മെഷീനാണ്. ഇതിനകത്തേക്ക് നമ്മൾ പാത്രങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വാഷ് ചെയ്ത് ഡ്രൈ ആയിട്ടായിരിക്കും നമുക്ക് തിരിച്ച് കിട്ടുന്നത്. ഇതിനകത്ത് കാണുന്ന ഈ ഒരു ട്രേയിലോട്ടാണ് നമ്മൾ പാത്രങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് പാത്രങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പവർ ബട്ടൺ ഓൺ ചെയ്ത് നമുക്ക് വാഷ് ചെയ്യാം. വാഷ് ചെയ്ത് അത് ഡ്രൈ ആയിട്ടായിരിക്കും നമുക്ക് തിരികെ കിട്ടുന്നത്. ഇത് വളരെ എക്സ്പെൻസീവാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 35,000 റുപ്പീസാണ്. പക്ഷെ ഇപ്പോൾ ഷോപ്പുകളിലൊക്കെ നന്നായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ഡിഷ് വാഷർ മെഷീൻ. അതുപോലെ ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന വീട്ടമ്മമാർക്ക് ഒരുപാട് സഹായമായിരിക്കും ഇങ്ങനെ ഒരു ഡിഷ് വാഷർ മെഷീൻ വാങ്ങുന്നത്. ഇത് പല ബ്രാൻഡുകളുടെയും അവൈലബിൾ ആണ്. നമ്മുടെ ഈ ഷോപ്പിൽ IFBയുടെ ബ്രാൻഡാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി അടുത്ത് കാണുന്നത് നമ്മൾ ഫ്രിഡ്ജിൻ്റെ സെക്ഷനാണ്. ഇതിൽ തന്നെ സിംഗിൾ ഡോറ്, ഡബിൾ ഡോറ്, മൾട്ടി ഡോറ്, സൈഡ് ബൈ സൈഡ് ഡോറുകളൊക്കെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഇരിക്കുന്നത് വേൾപൂളിൻ്റെ ഡബിൾ ഡോർ ഫ്രിഡ്ജുകളാണ്. എബൌട്ട് 25,000 റുപ്പീസിന് മുകളിലായിട്ടാണ് വേൾപൂളിൻ്റെ ഫ്രിഡ്ജുകൾ ഇവിടെ ഉള്ളത്. ഡബിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ സ്റ്റോറേജിലിട്ടണം ഇലക്ട്രിക് കൺസംഷനും അനുസരിച്ചാണ് ഇപ്പോൾ വരുന്ന ഫ്രിഡ്ജുകളുടെ സ്റ്റാറുകൾ നിർണ്ണയിക്കുന്നത്. നമ്മൾ മുൻപ് ഉപയോഗിച്ചിരുന്ന 5 സ്റ്റാർ ഫ്രിഡ്ജുകളെക്കാളും ഇലക്ട്രിക് കൺസംഷൻ കുറവാണ് ഇപ്പോൾ വരുന്ന 2 സ്റ്റാർ ആൻഡ് 3 സ്റ്റാർ ഡബിൾ ഡോർ ഫ്രിഡ്ജുകൾക്ക്. ചില ഫ്രിഡ്ജുകൾക്ക് ബോട്ടമിൽ ഫ്രീസർ വരുന്ന ഫ്രിഡ്ജുകളുണ്ട്. ഇങ്ങനെയുള്ള ഫ്രിഡ്ജുകളിൽ നിന്ന് സാധനങ്ങൾ എടുത്തു വെക്കാൻ വളരെ എളുപ്പമാണ്. സാംസങ്, വേൾപൂൾ, LG, ഗോദ്രേജ്, ഹയർ തുടങ്ങിയ പലവിധ ബ്രാൻഡുകളുടെയും പല മോഡൽ ഫ്രിഡ്ജുകൾ ഇവിടെ അവൈലബിൾ ആണ്. 60,000 മുകളിലായിട്ടാണ് സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജുകൾ വരുന്നത്. ഇത്തരം ഫ്രിഡ്ജുകളുടെ ഒരു സൈഡിലായിട്ടായിരിക്കും ഫ്രീസർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ചില ഫ്രിഡ്ജുകൾ ഓപ്പൺ ആക്കാതെ തന്നെ നമുക്ക് ക്രഷ്ഡ് ഐസും ഐസ് ക്യൂബ്, കോൾഡ് വാട്ടറൊക്കെ എടുക്കാം. കണ്ടു കഴിഞ്ഞാൽ ഒരു അലമാര ഷേപ്പിലാണ് ഈ ഒരു ഫ്രിഡ്ജ് ഉള്ളത്. 2 ഡോർ മുതൽ 4 ഡോർ വരെയുള്ള സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജുകളുണ്ട്. ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്യാതെ തന്നെ ഫ്രിഡ്ജിൻ്റെ ഈ ഒരു ഭാഗത്ത് കൂടെയാണ് നമ്മൾ ഐസ് ക്യൂബും കോൾഡ് വാട്ടറെല്ലാം എടുക്കുന്നത്. അതിനായിട്ട് ഈ ഒരു ഓപ്ഷൻസിൽ നമുക്ക് ആവശ്യാനുസരണം പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള ഭാഗത്താണ് നമ്മളിത് ഫ്രിഡ്ജായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഭാഗത്താണ് നമ്മളിതിൽ വാട്ടർ ഒഴിച്ചു കൊടുക്കുകയും അതുപോലെ ഐസ് ക്യൂബുകളൊക്കെ ആയിട്ട് വരുന്നത് ഈ റൈറ്റ് സൈഡിലുള്ള ഡോറിലൂടെയാണ്. ഈ ഒരു ഭാഗമാണ് നമ്മൾ ഫ്രീസറായിട്ട് യൂസ് ചെയ്യുന്നത്. സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജുകൾ സിൽവർ കളറിലും അതുപോലെ ബ്ലാക്ക് കളറിലും വൈറ്റ് കളറിലും ഒക്കെ ആയിട്ട് അവൈലബിൾ ആണ്. ഇതിൽ തന്നെ അലാറം വെക്കാവുന്ന ഫ്രിഡ്ജുകളും മ്യൂസിക് വെക്കാവുന്ന ഫ്രിഡ്ജുകളും വൈഫൈ കണക്ഷൻ എടുക്കാവുന്ന തരം ഫ്രിഡ്ജുകളുമുണ്ട്. ഇതിൽ തന്നെ ഇൻവെർട്ടർ യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്ന ഫ്രിഡ്ജുകളും ഉണ്ട്.
ഒരു സെക്ഷനിൽ കൊടുത്തിട്ടുള്ളത് കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള ഹോബുകളും ചിമ്മിനികളുമാണ്. ഫേബർ, പ്യുവർ ഫ്ലെയിം, പ്രീതി, ബട്ടർഫ്ലൈ തുടങ്ങിയ ബ്രാൻഡുകളുടെ ഹോബും ചിമ്മിനിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫേബറിൻ്റെ പ്രെറ്റി പ്ലസ്, ക്രസ്റ്റ് പ്ലസ് എന്നീ ചിമ്മിനികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സക്ഷൻ പവറിനും അതുപോലെ നോയ്സ് ലെവലിനും അനുസരിച്ചാണ് പ്രൈസിലെ വേരിയേഷൻ ഉണ്ടാകുന്നത്. ഇതിൽ തന്നെ ഫിൽറ്ററുകൾ ഉള്ളതും ഫിൽറ്റർലെസ്സും ആയിട്ടുള്ള ചിമ്മിനികളുണ്ട്. കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ബേഫിൽ ഫിൽറ്ററാണ്. ഫിൽറ്റർലെസ് ആയിട്ടുള്ള ചിമ്മിനികളിൽ ഓയിൽ പാർട്ടിക്കിളും അതുപോലെ ഫുഡിൻ്റെ പാർട്ടിക്കിളൊക്കെ വന്ന് കിടക്കുന്നത് ഈ ഒരു ബ്ലൂ കളറിലുള്ള ട്രേയിലായിരിക്കും. ഫിൽറ്ററുകളുള്ള ചിമ്മിനിയുടെ ഫിൽറ്ററുകൾ നമുക്ക് മാനുവലായിട്ട് ഊരിയെടുത്ത് അത് കഴുകി വൃത്തിയാക്കി അതിലെ വെള്ളത്തിൻ്റെ പാർട്ടിക്കിൾസ് എല്ലാം പോയ ശേഷം നമുക്ക് ഇതിലേക്ക് ഫിറ്റ് ചെയ്യാം. ഇവിടെ കൊടുത്തിട്ടുള്ള ഹോബുകൾ ഫേബർ, പ്രീതി, പ്യുവർ ഫ്ലെയിം എന്നിവയുടേതാണ്. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ബർണറുകൾ ബ്രാസിൻ്റെയും സ്റ്റീലിൻ്റെയും ആണ്. അതുപോലെ ഇതിന് സപ്പോർട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് കാസ്റ്റ് അയൺ ആണ്. പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഹീറ്ററുകളും വാട്ടർ പ്യൂരിഫയറുകളുമാണ്. പല റേറ്റിലുള്ള പല മോഡൽ പ്യൂരിഫയറുകളുണ്ട്. ഏറ്റവും മുകളിലായിട്ട് കാണുന്ന പ്യൂരിഫയർ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളതാണ്. അതിനകത്ത് കൊക്കക്കോള ഒഴിച്ചാൽ പോലും അതിൽ കണ്ടൻറ്റ് വേർതിരിച്ച് ക്ലിയർ വാട്ടർ ആയിട്ടാണ് നമുക്കത് തിരിച്ചു കിട്ടുന്നത്. 20,000 റുപ്പീസിന് മുകളിലായാണ് ഇതിൻ്റെ പ്രൈസ്. ഇത് കൂടാതെ ലോ പ്രൈസിനുള്ള പ്യൂരിഫയറുകളും ഇവിടെ അവൈലബിൾ ആണ്. എല്ലാവിധ മോഡൽ ഓവനുകളും ഇവിടെയുണ്ട്. OTG ഓവൻ, നോർമൽ ഓവൻ, അതുപോലെ ഹീറ്റിംഗ് ഓവൻ. ഓരോന്നിൻ്റെയും ഓഫർ പ്രൈസ് ഇതിനോടൊപ്പം തന്നെ അവർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 1 മാസം വരെയാണ് ഈ ഒരു ഷോപ്പിൽ ഓഫറുകൾ കൊടുത്തിട്ടുള്ളത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.